നമസ്കാരം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബൈയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അത് ശ്രീ പി കെ സജീവിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിനെ എന്നെ ഒരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് സജീവ് കൂടെ എത്തുന്നത്. ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 8 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന ഞാൻ ശരിയാകത്തില്ല. പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ കുളുമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ജിമ്മും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അതെടുത്തുകൊണ്ട് അവിടെ പോയി അത്ര എക്സ്പെൻസ് ഉണ്ടാക്കണ്ടായിരുന്നു ഞാൻ വേണ്ടായിരുന്നു. അപ്പം സജീവ് പറഞ്ഞതാണ്, എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഞാൻ, സജീവൊക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തലത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം മയക്കങ്ങൾ കൊടുത്തത് തന്നെ ഓണാവത്തില്ലായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഇത് ഇപ്പോൾ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്താണ് ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറിന്ന് സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കോളായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അപ്പാതെ കയറി തൂങ്ങിയാണ്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇപ്പോഴുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കണം. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലസ്റ്റിയാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലസ്റ്റിയാനും ലാൽ ജോസും സുധീഷ് മീശ്മാന്റെ പ്രൊഡ്യൂസർ, ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ലാതെ. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലസ്റ്റിയാനെ ഞങ്ങൾ കാണുന്ന അലസ്റ്റിയാന്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലസ്റ്റിയാൻ ലാൽ ജോസിന്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മഹത്വം കനവ്. അതിനുശേഷം അലസ്റ്റിയാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലസ്റ്റിയാന്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാനിവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിന്റെ പ്രിയപത്നിയാണ്. അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയപ്പെടുന്നത്. കാരണം വലിയ ഭാഗ്യമുണ്ട്. ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് അവിടെ ഇരിക്കുന്നത്. ഒന്ന് പ്രത്യേകിച്ച് ജോണി,
ഒന്ന് അജിത് ഭായ്, നിശ്ചിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയിരുന്നിരുന്ന ഈ രാജേഷ്, കാരണം നമുക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ, പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു എലിമെൻ്റ്, ഒരു കണ്ടന്റ് പറഞ്ഞൊരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കെല്ലാം നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറെ കാലമായി നേരത്തെ പറഞ്ഞത് ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം ഗുണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നര തുടങ്ങിയതൊന്നുമല്ല. ലോഹിത് സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് ബസ്വയായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത്, എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. അത് 95 ആണല്ലേ, 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാരെ, ഐശ്വര്യ, നമ്മളെല്ലാം കിടക്കിയ ഒരാളാണ് എന്നോട് ചിലപ്പോൾ കാണുന്നത്. ഓൾ ദ ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദ ബെസ്റ്റ്. എവിടെ ഇരിക്കണമെന്ന് കണ്ടുകൂടാ, പോയാ എല്ലാവർക്കും. ജോണി, ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല, ഞാൻ ഒരു സിനിമയും ജോണി ബന്ധപ്പെടുന്നില്ല. അതൊക്കെ എല്ലാവരും എടുത്ത് CD സെക്രട്ടറി ഉണ്ടോ, ഞാൻ എവിടെ ചെയ്യാൻ, അവനോട് ഒന്നുമില്ല, അവൻ അതിന്റെ പുറകെ പോയിട്ട് എന്തെങ്കിലും വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. താങ്ക്സ് a lot and all the best. ഞാനും വിട്ടുകൊണ്ടിരിക്കും ക്ഷമിക്കണം. അയ്യോ, എന്റെ മക്കളെ എന്റെ അത്ര അടുപ്പമുള്ള ഷാബീസാക്കി, ഷറഫ് ശബരിനെ കണ്ടു, അതിലൂടെ കൈമാറി. വലിയ സന്തോഷം. സോറി അരുൺ, എല്ലാവരും താങ്ക്സ് a lot. Thank you so much, പോകട്ടെ. അങ്ങനെയാവാം. താങ്ക് യു സോ മച്ച്. സീരിയസ് സെക്കൻഡിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയില് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, ഇപ്പം ഗ്രേവേഡിന്റെ പ്രത്യേക റിക്വസ്റ്റ് ഇവിടെ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു പാട്ട് കേൾക്കാനും കാണാനും പോവുകയാണ്. അതിന് ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പക പോലെ, രക്തസാക്ഷി പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിതകൾ സമ്മാനിച്ച മുരുകൻ കാട്ടാക്കടയാണ് ഇത് പാടിയിട്ടുള്ളത്. ഒബിയസ്ലി ഇതിന് സംഗീതം നൽകിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജേഷ് പ്രവീഷനാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഈ ഭംഗിയിലുള്ള പാട്ട് നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. So let's watch and enjoy this wonderful song together.